ഹായ് ഫ്രണ്ട്സ്, ജോമെട്രി പ്രോഗ്രഷൻ അഥവാ സമഗുണിത ശ്രേണിയിലെ ഒരു പ്രോബ്ലമാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 2, 4, 8 എക്സെട്ര അപ് ടു ഏതുവരെയാണ് 1024 എന്ന സമഗുണിത ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പദങ്ങളുടെ എണ്ണം അല്ലെ, എത്ര പദങ്ങളാണ്? 14 പദമാണോ, അതോ 12 പദങ്ങളാണോ ഉള്ളത്, അതോ 15 ആണോ, അതോ 10 പദങ്ങളാണോ ഉള്ളത്? അപ്പൊ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കാണേണ്ടത് എന്നിന്റെ വാല്യൂ ആണ്. ഓക്കെ അല്ലേ? എത്ര പദങ്ങളുണ്ട് ഈ സമഗുണിത ശ്രേണിയിൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആദ്യ പദത്തിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യ പദത്തിന്റെ വാല്യൂ 2, രണ്ടാമത്തെ പദത്തിന്റെ വാല്യൂ 4, മൂന്നാമത്തെ പദത്തിന്റെ വാല്യൂ 8. അപ്പൊ ലാസ്റ്റ് തന്നിരിക്കുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കാം? എന്നാം പദത്തിന്റെ വാല്യൂ ആയിട്ട് എടുക്കാം. മനസ്സിലായോ? എന്നാം പദത്തിന്റെ വാല്യൂ ഏതായിട്ട് എടുക്കുക? തന്നിരിക്കുന്ന സമഗുണിത ശ്രേണിയിൽ ഏറ്റവും ലാസ്റ്റ് തന്നിരിക്കുന്ന പദത്തിന്റെ വാല്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്നാം പദത്തിന്റെ വാല്യൂ എന്തായിട്ട് എടുത്തു? 1024 എന്നെടുത്തു. എന്നാം പദം 1024. ഇനി നമുക്ക് എന്നാം പദം കാണാനുള്ള ഫോർമുല അറിയാമല്ലോ, അതെടുത്തെഴുതാം. a×r⁻n−1. ഓക്കെ അല്ലേ? അപ്പൊ എന്നാം പദം കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് a×r⁻n−1. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോർമുലയുണ്ട്, അതിന്റെ വാല്യൂ ഉണ്ട്, രണ്ടും സെയിം തന്നെ അല്ലേ? അപ്പൊ അതെന്ത് ചെയ്യാം? ഈക്വേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എങ്ങനെ ഈക്വേറ്റ് ചെയ്യാൻ നോക്കിക്കേ? ഫോർമുല ആദ്യം കൊടുക്കുക, a×r⁻n−1 വിച്ച് ഈസ് ഈക്വൽ ടു, അതിന്റെ വാല്യൂ എന്താ? 1024. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഇനി എന്താണ് എ എന്താണ്, ആർ എന്താണെന്ന് നോക്കുക. എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് ആദ്യ പദമാണ്. ഇവിടെ ആദ്യ പദം ഏതാ? 2 ആണ്. ഇനി ആർ എന്ന് പറയുന്നത് എന്താണ്? പൊതുഗുണിതമാണ് അല്ലെ? അപ്പം പൊതുഗുണിതം കാണാൻ a2/a1 ആണ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ടാം പദം എന്ന് പറഞ്ഞാൽ 4, ഒന്നാം പദം എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 4/2 ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് പറയുന്നതും 2 തന്നെ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന് പകരം എന്ത് കൊടുക്കാം? 2 കൊടുക്കുക. 2 × 6 പകരവും എന്ത് കൊടുക്കുക? നമുക്ക് കിട്ടിയ 2 തന്നെ കൊടുക്കുക. n-1 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് n-1 ആയിട്ട് തന്നെ ഇടുക. ഈക്വൽ ടു 1024. ക്ലിയർ അല്ലേ? ഇത് ഞാൻ ഒന്നും കൂടി അടുത്ത പേജിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് ഇതാണ്: 2 × 2n-1 ഈക്വൽ ടു 1024. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ n കിടക്കുന്ന ടേം എന്ന് പറയുന്നത് ഇതല്ലേ, എന്നുള്ള ടേം ഇതല്ലേ, 2n-1. അതിനെ അവിടെ നിർത്തിയിട്ട്, എന്ന് വെച്ചാൽ ഈ ഇക്വാളിറ്റിയുടെ ഇടത് ഭാഗത്ത് നിർത്തിയിട്ട് 2നെ എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. ക്ലിയർ അല്ലേ? ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. അപ്പം 2n-1നെ അവിടെ തന്നെ നിർത്തുക, കാരണം നമുക്ക് എന്നിന്റെ വാല്യൂ വേണ്ട. അപ്പൊ എന്നുള്ള ടേം അവിടെ തന്നെ നിർത്തിയിട്ട് അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന 2നെ എന്ത് ചെയ്യാം? റൈറ്റിലോട്ട് കൊണ്ടുപോവുക. റൈറ്റിൽ ആരുണ്ട്? 1024 ഉണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ, 2 അല്ലേ? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ, ഇക്വാളിറ്റിയുടെ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഓപ്പറേഷൻ ചേഞ്ച് ആവും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഡിവിഷൻ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പൊ ഞാൻ ഇവിടെ 2നെ കൊണ്ടുപോവാണ്. ബാക്കി വരുന്ന ആരാം? 2n-1 ഈക്വൽ ടു, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരാണോ ഉള്ളത് അത് ആദ്യം എഴുതണം. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോകുന്ന ആളെ എഴുതാൻ. കൊണ്ടുപോകുന്ന ആളാരാ? 2 ആണല്ലേ? ഈ 2നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുമ്പോൾ ഓപ്പറേഷൻ മാറുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഇരുന്ന 2 എന്തായി മാറും? ഡിവിഷൻ ആയിട്ട് മാറും. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി 1024ന്റെ പകുതി അല്ലെ, ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി എന്നാണ്, ഈ നമ്പറിന്റെ പകുതി എന്നാണ് അർത്ഥം. അത് എത്രയായിരിക്കും വരിക? 2n-1 അതുപോലെ തന്നെ കൊടുത്തു. ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 512 എന്ന് കിട്ടും അല്ലെ? 10ന്റെ പകുതി 5, 2ന്റെ പകുതി 1, 4ന്റെ പകുതി 2. അങ്ങനെ എഴുതിയാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് എടുക്കാം. ഇനി എന്താ ചെയ്യണേന്ന് നോക്കിക്കേ. നമുക്ക് n ആണ് വേണ്ടത് അല്ലെ? n കിടക്കുന്നത് എവിടെയാണ്? പവറിലാണ്. നിങ്ങൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? കൃതിയിലാണ് കിടക്കുന്നത്. 2 എന്ന് പറയുന്നത് എന്താണ്? ആധാരമാണ് അല്ലെ, അല്ലെങ്കിൽ ബേസിനെ നമ്മൾ ആധാരം എന്ന് പറയുന്നു. പവറിനെ നമ്മൾ എന്ത് പറയും? കൃതി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്
എന്താണ് എക്സ്പോണന്റ് ഫോമിലാണ് നിൽക്കുന്നത് അല്ലേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് ആധാരം 2 വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുക. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫാക്ടറൈസേഷൻ ചെയ്യും അല്ലേ. അപ്പോൾ 512നെ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2-ലെ ചെയ്യാവോ, കാരണം നമുക്ക് 2 റേസ് ടു എന്നുള്ള രീതിയിലല്ലേ വരേണ്ടത്. അപ്പോൾ എല്ലാം 2-ൽ തന്നെ ചെയ്യണം. അപ്പോൾ 2 ചെയ്യുമ്പോൾ 512ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാ, 256. ഇനി 256ന്റെ പകുതി എത്രയാ, 128 അല്ലേ. ഇനി എളുപ്പമാണ്. 128ന്റെ പകുതി എന്താ, 64. 64ന്റെ പകുതി എന്താ, 32. 32ന്റെ പകുതി എന്താ, 16. 16ന്റെ പകുതിയോ 8. 8ന്റെ പകുതി 4. 4ന്റെ പകുതി 2. 2ന്റെ പകുതി 1. ഓക്കെ അല്ലേ. നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പോൾ 512നെ നമുക്ക് പവറായിട്ട് എങ്ങനെ എഴുതാൻ നോക്കിക്കേ, ആധാരം 2 കൃതി എത്രയായിട്ട് എഴുതാം, എത്രയുണ്ടെന്ന് നോക്കിക്കേ, 1 2 3 4 5 6 7 8 9. 2 റേസ് ടു 9 എന്ന് എഴുതാം. ക്ലിയർ ആയോ. ഇവിടെ ബേസ് 2 ആയതുകൊണ്ടാണ് 512നെ നമ്മൾ 2-ൽ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ വരും, 2 റേസ് ടു n-1 ഈക്വൽ ടു 2 റേസ് ടു 9. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ബേസ് സെയിം അല്ലേ. അപ്പോൾ ബേസ് സെയിം ആണെങ്കിൽ പവറും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പവർ എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യത്തേത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് പവർ എന്ന് പറഞ്ഞാൽ n-1, റൈറ്റ് ഹാൻഡ് സൈഡിലെ പവർ ഏതാ, 9. രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സെയിം എന്ന് പറയുന്നതാണ് നമ്മൾ ഈക്വൽ ടു സിമ്പിൾ ഇടുന്നത്, സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഈസി ആയിട്ട് n-ന്റെ വാല്യൂ എടുക്കാം. n ഈക്വൽ ടു ഈ -1നെ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പം നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയപ്പോൾ ഡിവിഷനായി. അപ്പോൾ സബ്ട്രാക്ഷനെ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്താവും, സബ്ട്രാക്ഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അഡീഷനാണ്. അപ്പം ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരാണോ ഉള്ളത് ആ നമ്പർ അതുപോലെ എഴുതിയതിന് ശേഷം കൊണ്ടുപോകുന്ന ആളെ എഴുതുക. കൊണ്ടുപോകുന്ന ഇവിടെ -1 ആണ് അല്ലേ. -1 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, +1 ആയിട്ട് മാറും. സോ n-ന്റെ വാല്യൂ 9 + 1 10 എന്ന് കിട്ടും. ക്ലിയർ ആയോ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്